Hello dear students, welcome back. ഞാൻ MP from Universal Institute കോട്ടക്കൽ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തവണ JEE മെയിൻ സെഷൻ 1 ജനുവരിയിൽ ചോദിച്ച ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ EMI ആൻഡ് AC എന്ന് പറയുന്ന രണ്ട് ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ EMI AC സാധാരണ ഇതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. യൂഷ്വലി ലൈക്ക് EMIയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ AC യിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറൗണ്ട് 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 9 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1, 22nd January ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. A rectangular metallic loop is moving out of a uniform magnetic field region to a field-free region with a constant speed. When the loop is partially inside the magnetic field, magnetic field. The plot of the magnitude of induced EMF with time is given by. അപ്പോൾ സിറ്റുവേഷൻ ഇതാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള റീജിയൻ. സോ ലെറ്റ്സ് സേ വി ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ് ഹിയർ. ഒരു ലൂപ്പ് ഇതിൽ നിന്ന് പുറത്തേക്ക്, റെക്ടാങ്കുലർ ലൂപ്പാണ്, പുറത്തേക്ക് കടക്കുന്നത് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. ഓക്കെ, ഇതിൽ ഒരു ആക്ച്വലി ഒരു ഇൻഫർമേഷൻ മിസ്സിംഗ് ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഇങ്ങനെ കടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് -d∅dt ആണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഫൈ എന്ന് പറയുന്നത് d/dt ഓഫ് ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ B.A. ഓക്കെ, സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ കാണുന്ന ലെങ്ത് L ആണെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക BLV, V വെലോസിറ്റിയിലാണ് പുറത്തേക്ക് പോകുന്നെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈ കാണുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ലെങ്ത് കോൺസ്റ്റന്റ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. സോ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അതൊരു ഇൻഡ്യൂസ്ഡ് EMF ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, നൗ എന്താണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് മിസ്സിംഗ് ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന മാഗ്നറ്റിക് ഫീൽഡ് റീജിയൻ റെക്ടാങ്കുലർ ലൂപ്പ് പുറത്ത് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ റെക്ടാങ്കുലർ ലൂപ്പ് ഇങ്ങനെയും ആവാം. ഇങ്ങനെയാണ് പുറത്ത് കിടക്കുന്നതെങ്കിൽ ഇതിന്റെ ലെങ്ത്, പുറത്തേക്ക് പോകുന്ന ഈ ലെങ്ത് എന്ന് പറയുന്നത് അത് വേരിയബിൾ ആകും. ഓക്കെ, സോ അവിടെ ഒരു സൈൻ കർവ് പോലെയുള്ള ഒരു കർവ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, അതായത് ഇൻക്രീസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ലാത്തത് കൊണ്ടും, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് എന്ത് തന്നെയാണെന്ന് ഉറപ്പിക്കാം, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, സോ ഒരു ഇൻഫർമേഷൻ അവിടെ, അതായത് വൺ ഓഫ് ദ സൈഡ്സ് ഹാസ് ടു ബി പാരലൽ ടു ദ ബൗണ്ടറി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതും ഇല്ലാത്തതുമായ ആ റീജിയൻസിന്റെ ബൗണ്ടറിക്ക് പാരലൽ ആയിട്ടാണ് റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് വരേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആൻസർ കിട്ടുകയുള്ളൂ. Moving on to the next one. Question number 2, 23rd January shift 1 question ആണ്. Regarding self inductance. ഒരുപാട് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇത്തവണത്തെ JEE മെയിൻ സെഷനിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. A, B, then ഇവിടുന്ന് C സ്റ്റാർട്ട് ചെയ്യുന്നു, D ആൻഡ് E. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ കോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ജോമെട്രി. ശരിയാണ്. സെൽഫ് ഇൻഡക്ടൻസ് എടുത്തു കഴിഞ്ഞാൽ μ0 n² AL അല്ലെങ്കിൽ μ0 ക്യാപിറ്റൽ N² A/L എന്ന് വെച്ചാൽ ഏരിയ, ലെങ്ത്, മീഡിയം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ കയറി വരും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, A ഈസ് കറക്റ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജോമെട്രി. ഓക്കെ, ഇൻഡക്ടൻസിന്റെയും കപ്പാസിറ്റൻസിന്റെയും ഡിപ്പെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ജോമെട്രി, ഷേപ്പ്, ഫിസിക്കൽ ഡയമെൻഷൻസ് ആൻഡ് ദ മീഡിയം. ഇലക്ട്രിക് ആണെങ്കിൽ അങ്ങനെ പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തത്, സെൽഫ് ഇൻഡക്ടൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം. പെർമിയബിലിറ്റി ഓഫ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. സോ B ഇൻകറക്റ്റ് ആണ്. ഇനി ഇതെല്ലാം ചെക്ക് ചെയ്യണം എന്നില്ല. നിങ്ങൾ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ A കറക്റ്റ് ആണെങ്കിൽ A ഉണ്ടാവണമല്ലോ. സോ A ഇല്ലാത്ത ഓപ്ഷൻ ഇത് നമുക്ക് അങ്ങ് ഒഴിവാക്കാം. ഇനി B ഇൻകറക്റ്റ് ആണെങ്കിൽ B ഉണ്ടാവാൻ പാടില്ല. ഇവിടെ B ഉണ്ട്, അതുകൊണ്ട് ഇത് ഇൻകറക്റ്റ് ആണ്. ഇവിടെയും B ഉണ്ട്, അതുകൊണ്ട് ഇത് ഇൻകറക്റ്റ് ആണ്. സോ ദിസ് ഹാസ് ടു ബി ദ ആൻസർ. ഓക്കെ, ഇനി വേണമെങ്കിൽ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റ് ഓപ്ഷൻസ് കൂടെ നോക്കാം. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ ദ കറന്റ് ഇൻ ദ സർക്യൂട്ട്. ശരിയാണ്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസസ് ചേഞ്ച് ഇൻ കറന്റ്. സ്റ്റേറ്റ്മെന്റ് D, സെൽഫ് ഇൻഡക്ടൻസ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് അനലോഗ് ഓഫ് മാസ് ഇൻ മെക്കാനിക്സ്. NCERT ടെക്സ്റ്റിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, ഇൻഡക്ടൻസ് ഈസ് ഈക്വലൻ ടു മാസ്. ഇലക്ട്രിക്കൽ ഇനേർഷ്യ എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. സോ D ഈസ് ഓൾസോ കറക്റ്റ്. E എന്താ പറയുന്നത്, വർക്ക് നീഡ്സ് ടു ബി ഡൺ അഗെയിൻസ്റ്റ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ കറന്റ്. അത് ശരിയാണ്, കാണുന്ന വർക്കാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. സോ ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ A, C, D, E. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇതെല്ലാം ഒരു എക്സാം ഹാളിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ചെയ്ത് നോക്കണമെന്നില്ല. നമുക്ക് 1 or 2 ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ചില ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചേക്കും. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 3, 23rd January shift 1 ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഗിവൺ സർക്യൂട്ട്, സ്ലൈഡിംഗ് കോണ്ടാക്ട് ഈസ് പുൾഡ് ഔട്ട്വേർഡ്സ്. Sliding contact is pulled outwards.
സ്ലൈഡിംഗ് കോണ്ടാക്ട് പുറത്തേക്കാണ് വലിക്കുന്നത്. സച്ച് ദാറ്റ് ദ ഇലക്ട്രിക് കറന്റ് ഇൻ ദ സർക്യൂട്ട് ചേഞ്ചസ് അറ്റ് ദ റേറ്റ് ഓഫ് 8 ആംപിയർ പെർ സെക്കൻഡ്. സോ di/dt കറണ്ടിന്റെ ചേഞ്ച് 8 ആംപിയർ പെർ സെക്കൻഡ് ആണ്. നൗ ഈസ് ദാറ്റ് കറണ്ട് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്? അതാണ് അടുത്ത ഒരു പോയിന്റ്. ഇവിടെ നമ്മൾ ഈ പോയിന്റ് കണക്ടർ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ സർക്യൂട്ടിൽ ഇൻവോൾവ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ കറണ്ട് ആക്ച്വലി ഡിക്രീസസ്. ഓക്കെ, സോ ഇവിടെ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്, സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആക്ച്വലി ഡിക്രീസസ് ആണ്. ഓക്കെ, സോ ആ ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് 8 ആംപിയർ പെർ സെക്കൻഡ്. Now at an instant where R is equal to 12 ohm, R ന്റെ വാല്യൂ 12 ആകുന്ന ഇൻസ്റ്റന്റിൽ the value of the current in the circuit will be. Now അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF എത്രയാ? ഇൻഡക്ടറിലെ ഇൻഡ്യൂസ്ഡ് EMF is equal to L di/dt. മാഗ്നിറ്റ്യൂഡ് മതി, ഇൻഡക്ടൻസ് 3, di/dt 8. So this will be 24 volt. ആ 24 വോൾട്ടിന്റെ പൊളാരിറ്റി ആണ് ഇനി അടുത്ത പോയിന്റ്. ഇവിടെ റൈറ്റിലേക്ക് പോകുന്ന കറണ്ട് ഡിക്രീസ് ചെയ്യാണ്. കറണ്ട് ഡിക്രീസ് ചെയ്യുന്നതാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ ആ കറണ്ടിനെ ഇൻക്രീസ് ചെയ്യിക്കുന്ന തരത്തിലാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക. സോ ദാറ്റ് മീൻസ് ദിസ് ടെർമിനൽ ഹാസ് ടു ബി എ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് ദിസ് ഹാസ് ടു ബി എ നെഗറ്റീവ് ടെർമിനൽ. അങ്ങനെ വരുമ്പോഴേ ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങോട്ട് പോവുകയുള്ളൂ. ഓക്കെ, സോ ആ രീതിയിലാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഈ പറയുന്ന 12 വോൾട്ടിന്റെ പൊളാരിറ്റിയും ഈ പറയുന്ന ഇൻഡ്യൂസ്ഡ് EMF 24 വോൾട്ടിന്റെ പൊളാരിറ്റിയും സെയിം ആണ്. സോ I is equal to ടോട്ടൽ വോൾട്ടേജ്, അതായത് ഈ പറയുന്ന വോൾട്ടേജ് പ്ലസ് ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. 12 പ്ലസ് 24 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 12 ohm. So this will be 3 ampere. So at that instant the current will be 3 ampere. Numerical question ആണ്. So the answer is 3. Moving on to the next one. Number 4, 28th January shift to the question ആണ്. Uniform magnetic field 0.4 Tesla acts perpendicular to a circular copper disc 20 centimeter in radius. The disc is having a uniform angular velocity of 10 pi radian per second about an axis through its center and perpendicular to the disc. What is the potential difference developed between the axis of the disc and the rim? Okay, now ഈ question ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള റീജിയൻ. അവിടെ നമ്മളൊരു റോഡ് L ലെങ്ത് വരുന്ന റോഡ്, അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മോഷണൽ EMF ഉണ്ടാവും. ട്രാൻസ്ലേഷണൽ മോഷൻ അല്ല, അതിന് പകരം ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് B. So there will be an induced EMF across its terminals and that induced EMF is equal to NCERT textbookil ഒരു പ്രോബ്ലം ആയിട്ട് കൊടുത്തുള്ള സാധനമാണ് half B omega L square. Now what if we have more than one road? ഒന്നിൽ കൂടുതൽ റോഡുകൾ ഉണ്ടെങ്കിലോ, അതായത് ദാ ഇങ്ങനെ ഒരു റോഡ് ഇങ്ങോട്ട്, ഒന്നിങ്ങനെ, ഈ കാണുന്ന കേസുകളിലെല്ലാം ഇൻഡ്യൂസ്ഡ് EMF ഒരേ സെൻസിലാണ് ഉണ്ടാവുക. സോ ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു ഹാഫ് ബി ഒമേഗ എൽ സ്ക്വയർ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇതിന്റെ ലെങ്ത് L ആണ്, ഈ കാണുന്നത് എല്ലാം മൂന്നും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതങ്ങ് കണക്ട് ചെയ്തുകൂടെ? ഈ കാണുന്ന 3 ടെർമിനൽസും ഒരേ പൊട്ടൻഷ്യലാണ്. ദാറ്റ് മീൻസ് ഈവൺ ഇഫ് ഇറ്റ് ഇസ് എ ഡിസ്ക്, ഇതൊരു ഡിസ്ക് ആണെങ്കിലും, ഇതൊരു ഡിസ്ക് ആണ്, അങ്ങനെയാണെങ്കിലും ഇത് കറങ്ങുന്ന ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ്, ഇൻഡ്യൂസ്ഡ് EMF ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഈസ് ഈക്വൽ ടു ഹാഫ് ബി ഒമേഗ എൽ സ്ക്വയർ തന്നെയാവും. സോ ഹാഫ് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യൻ എത്ര തന്നത് 0.4 ഇൻറ്റു ഒമേഗ 10 പൈ ഇൻറ്റു ലെങ്ത് 20 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.2, അതായത് 1/5 സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 പൈ ഡിവൈഡഡ് ബൈ 2, 5 സ്ക്വയർ 25. സോ 4 പൈ എന്ന് പറയുന്നത് 4 പൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 12.5 ആണ് വരിക. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ അപ്രോക്സിമേറ്റ്ലി ദിസ് ഇസ് 2. സോ ദിസ് ഈസ് 1/4 അപ്രോക്സിമേറ്റ്ലി 0.25. അടുത്തുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്യാം. 0.2512. The right answer is option 3. Moving on to the next one. Number 5, 24th January shift to 1 question ആണ്. A conducting bar moves on 2 conducting rails as shown in the figure. ഇതിൽ റെയിൽ ഏതാ ബാർ ഏതാന്ന് വ്യക്തമല്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. A constant magnetic field be exists in the pair. The bar starts to move from the vertex. So this has to be, ഇതാണ് vertex. ഈ ബാർ ഓക്കെ ഫൈൻ, അവിടെ വെലോസിറ്റി കൊടുത്തിരിക്കുന്നത് ഇതാണ് ബാർ, ഇതാണ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ.
okay, at time t with a constant velocity. If the induced EMF is equal to E proportional to t raised to n, then the value of n is. അപ്പം മാഗ്നറ്റിക് ഫീൽഡുള്ള റീജിയണിൽ രണ്ടിങ്ങനെ ഒരു 90 ഡിഗ്രിയിൽ പോലെ പ്ലേസ് ചെയ്തിരിക്കുന്ന രണ്ട് റെയിലിലൂടെ ഒരു റോഡ് മൂവ് ചെയ്യുന്നത്, കണ്ടക്ടിങ് ബാർ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് BLV. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫൈൻ, വെലോസിറ്റി ഈസ് ഫൈൻ. വാട്ട് അബൌട്ട് ദ ലെങ്ത്? ഞാൻ ഒരു ഫിഗർ വരയ്ക്കാം. അപ്പോൾ അതെ നോക്ക്, ലെങ്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതാണ് റോഡ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇതാണ് ലെങ്ത്. ദാറ്റ് ലെങ്ത് വിൽ ബി ചേഞ്ചിങ്. ഓക്കെ, അതിങ്ങനെ മൂവ് ചെയ്ത് ഡിസ്റ്റൻ്റ് ആയി പോകുന്നതിനനുസരിച്ച് ആ രണ്ട് റെയിലുകൾക്കിടയിലുള്ള ലെങ്ത് വിൽ ബി ചേഞ്ചിങ്. ഓക്കെ, സോ ആ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് ആണല്ലോ. നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി മാത്രം മതി, എക്സാക്റ്റ് വേണ്ട, കാരണം ആംഗിൾ പോലും തന്നിട്ടില്ല. ഓക്കെ, സോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എങ്കിൽ ദ ഡിസ്പ്ലേസ്മെന്റ്, ഈ കാണുന്ന ഡിസ്പ്ലേസ്മെന്റ് ഏത്? ലെറ്റ്സ് സേ ദിസ് ഈസ് x, ഇത് L, then the velocity constant, that means x proportional to t. Now x എന്ന് പറയുന്നത് ആ കാണുന്ന ട്രയാങ്കിളിന്റെ ഒരു മെഷർമെന്റ് ആണ്, ഒരു ഹൈറ്റ് പോലെ ഉണ്ടാവും. ഓക്കെ, സോ വേണമെങ്കിൽ നമുക്കിത് തീറ്റ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ what is tan theta? തീറ്റ മാറുന്നില്ല. tan theta is equal to L/2 divided by x. That means L is equal to x tan theta divided by 2. That means L proportional to x. ഈ x എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? x t ക്ക് പ്രൊപ്പോർഷണൽ ആണ്. That means L proportional to t. അപ്പം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF is equal to BLV എന്നുള്ളതിൽ L proportional to t ആണ്. That means induced EMF, magnetic field അല്ല, induced EMF will be proportional to t. Induced EMF t ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സോ ഇനി ചോദ്യത്തിന്റെ ഭാഗത്തേക്ക് വന്നാൽ പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു n എന്നാണ് പറഞ്ഞുള്ളത്. സോ ദാറ്റ് മീൻസ് ടി റേസ് ടു 1, ദാറ്റ് മീൻസ് n ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മുടെ ആൻസർ. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Consider I1, I2 are the currents flowing simultaneously in two nearby coils 1 and 2 respectively. If L1 self-inductance of coil 1, M12 mutual inductance of coil 1 with respect to coil 2, then the value of induced EMF in the coil 1 will be. ഇത് L1. ഇവർ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M12. രണ്ടിലും കറണ്ട് ഉണ്ട്, I1, രണ്ടാമത്തിലെ കറണ്ട് I2. അങ്ങനെയാണെങ്കിൽ induced EMF in the first one is minus L di1 by dt minus M12. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറയുമ്പോൾ അപ്പുറത്തുള്ള കറണ്ട് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് കൊടുത്തുള്ള എക്സ്പ്രഷൻ ആണ്. ഓക്കെ, സോ L1 കൂടെ I1 ആണ് വരേണ്ടത്, തെറ്റ്. L1 I1 ഓക്കെ, M12ന്റെ കൂടെ I2, ദാറ്റ് സീംസ് റൈറ്റ്. അവിടെ നിൽക്കട്ടെ. ഇവിടെ M12ന്റെ കൂടെ I1, തെറ്റ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. L1 I1 ഇവിടെ പ്ലസ് ആണ്, അത് ശരിയാവില്ല. പിന്നെ ഒരു DT എന്തോ വേറെ ഇവിടെ കയറി കിടക്കുന്നുണ്ട്. ഇവിടെ പ്ലസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ റോങ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, നൗ AC എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, സീരീസ് LCR സർക്യൂട്ട് ഇസ് കണക്റ്റഡ് ടു ആൻ ഓൾട്ടർനേറ്റിംഗ് സോഴ്സ് ഓഫ് EMF E. LCR circuit EMF E. The current amplitude at resonant frequency is I0. That means at resonance. Resonant frequency ഉള്ള കാര്യമാണ് പറയുന്നത്. സോ റെസണൻസിൽ നമുക്ക് അറിയേണ്ട കുറേ കണ്ടീഷൻസ് ഉണ്ട്. അറ്റ് റെസണൻസ് ഇംപീഡൻസ് ഈസ് ഈക്വൽ ടു R. I0 ഈസ് ഈക്വൽ ടു V0 by Z എന്നാണ് നമ്മൾ പറയാറുള്ളത്, which will be V0 by R. Now, if the value of the resistance R becomes twice of its initial value, now this case R dash is equal to 2 times R. The value of the amplitude of current in the resonance will be വീണ്ടും I0 dash is equal to V0 by 2R, which is actually the original I0 divided by 2. That's it. Resistance double ആവുന്നു, current half ആവുന്നു. So current become I0 by 2. The right answer is option 3. Next, AC യിൽ നിന്നുള്ള ക്വസ്റ്റ്യനിൽ നമ്പർ 2, 23rd January shift 2. In a series LCR circuit, resistor 300 ohm, capacitor 25 nanofarad, inductor 100 millihenry are used. For maximum current in the circuit, the angular frequency of the AC source
is blank into 10 raised to 4 radian per second. For maximum current എന്ന് പറഞ്ഞാൽ that is the requirement for like that the condition is resonance. So റെസൊണൻസിലാണെങ്കിൽ angular frequency എന്ന് പറയുന്നത് 1 by square root of LC ആണ്. So this is 1 by square root of inductance 100 milli, 100 into 10 raised to minus 3. Capacitance 25 nanofarad, 25 into 10 raised to minus 9. So the resonance frequency is equal to 1 by square root of 25, 10 in the power 10, 100 into 10 raised to 2 into 10 raised to minus 10. In which 1 by 5 into 10 raised to 5. Here 10 raised to 4 so 10 by 5, which is 2 into 10 raised to 4. So the answer here is 2. Numerical question ആണ്. The right answer is 2. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Alternating current is given by I is equal to IA sin omega t, IB cos omega t. ഒന്ന് സൈൻ ആണ്, മറ്റേത് കോസ് ആണ്. RMS current will be. So ഈ കാണുന്ന എക്സ്പ്രഷന് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സോ സൈൻ ഒമേഗ ടി ഉള്ളത് ഇങ്ങനെ IA ആണെങ്കിൽ കോസ് ഒമേഗ ടി ഇങ്ങനെ വരും IB. സോ this will be square root of IA square plus IB square. ഇവിടെ ഒരു ആംഗിൾ ആൽഫ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ ഈ കാണുന്ന എക്സ്പ്രഷൻ I is equal to square root of IA square plus IB square into sin omega t plus alpha. ഒരു സിംഗിൾ സൈനസോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക. നമ്മൾ ട്രിഗണോമെട്രിയിലൊക്കെ ഒരുപാട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നൗ ഇതാണ് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്. ചാടി കയറി ഈ ആൻസർ എഴുതി വെക്കരുത്, കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് RMS ആണ്. RMS IRMS എന്ന് പറയുമ്പോൾ ദിസ് ഈസ് സൈനസോഡൽ ഫംഗ്ഷൻ ആണല്ലോ. സോ അതിന്റെ ബൈ √2 ഉണ്ടാവുക. ആ √2 കൂടെ നമ്മൾ ഉള്ളിലായിട്ട് എഴുതി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് IA സ്ക്വയർ പ്ലസ് IB സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. This is the last question. Assertion reason question ആണ്. So let's see the assertion. എവിടെയാണ് assertion വരുന്നത്? Reason here. വായിക്കാം. Choke coil is simply a coil having a large inductance but a small resistance. ശരിയാണ്. ചോക്ക് കോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാ ഇൻഡക്ടറും നമ്മൾ വയർ കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിന് എന്തുണ്ടാവും? There will be a small resistance to it. So ideally സീറോ റെസിസ്റ്റൻസും ഫുൾ ഇൻഡക്ടൻസും ആയിരിക്കണം. എന്നാൽ ഇൻ റിയാലിറ്റി ലാർജ് ഇൻഡക്ടൻസിന്റെ കൂടെ ചെറിയ റെസിസ്റ്റൻസ് എന്തായാലും കാണും. അപ്പൊ ആ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. അപ്പൊ ചോക്ക് കോയിൽ എന്ന് പറയുന്നത് ലാർജ് ഇൻഡക്ടൻസ് സ്മോൾ റെസിസ്റ്റൻസ്. ശരി. Now choke coils are used with the fluorescent mercury tube fittings. ഫ്ലൂറസെന്റ് മെർക്കുറി ട്യൂബ് ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത്ര കോമൺ അല്ലാത്ത, എന്നാൽ ഒരു 10 to 15 years മുന്നേ വളരെ കോമൺ ആയിരുന്ന നമ്മുടെ CFL ലാമ്പുകളും അല്ലെങ്കിൽ അതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ട്യൂബ് ലൈറ്റ് എന്ന് പറയുന്ന നീളത്തിലുള്ള വളരെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ള ലാമ്പുകൾ, അതാണ് ഫ്ലൂറസെന്റ് മെർക്കുറി ട്യൂബ് ഫിറ്റിംഗ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, അതിൽ ചോക്ക് കോയിൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Now if household electric power is directly connected to the mercury tube, മെർക്കുറി ട്യൂബിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ 230 വോൾട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ the tube will be damaged. ട്യൂബ് ഡാമേജ് ആവും. അതാണ് ചോക്ക് കോയിൽ കണക്ട് ചെയ്തിരുന്നു അതിന്റെ കാരണമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ സംഭവങ്ങൾ അതാണ് എന്ന് പറയുന്നത്. അസേഷൻ ഈസ് കറക്റ്റ്. ഈ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. Now എന്തിനാണ് നമ്മൾ ഈ ചോക്ക് കോയിൽ യൂസ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് റീസണിൽ അവിടെ പറയുന്നതെന്ന് തോന്നുന്നു. റീസണിൽ പറയുന്നത് ബൈ യൂസിങ് ഓപ്ഷൻ വായിക്കാം. ബൈ യൂസിങ് ദ ചോക്ക് കോയിൽ ദ വോൾട്ടേജ് അക്രോസ് ദ ട്യൂബ് ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് R/R square plus omega, where omega is the frequency of supply across resistance and inductance. Yes. Now if the choke coil were not used, the voltage across the resistor would be the same as the applied voltage എന്നാണ് പറഞ്ഞത്. അതായത് സംഭവം എത്രയേ ഉള്ളൂ, നമ്മൾ ചോക്ക് കോയിൽ കണക്ട് ചെയ്തിട്ടാണ് ട്യൂബ് വെക്കുന്നതെങ്കിൽ, ഈ ട്യൂബാണ് റെസിസ്റ്റൻസ്, ഇതാണ് ചോക്ക്. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സൈനസോയിഡൽ AC കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V is equal to IR. Now ഇവിടുത്തത് ഒറിജിനൽ V0 ആണെന്ന് ഇരിക്കട്ടെ. Now what is I? ഈ പറയുന്ന V is equal to IR എന്ന് പറയുമ്പോൾ I എന്ന് പറയുന്നത് V0 divided by Z ആണ്, into R. That means this is V0 divided by square root of R square plus ചോക്ക് കോയിലിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അഥവാ L omega square L square L omega.
ഇൻറ്റു ആർ എന്ന് വെച്ചാൽ ഇത്രയും പാർട്ട് മാത്രമേ എവിടെ കിട്ടുള്ളൂ, ഈ പറയുന്ന ട്യൂബ് ലൈറ്റിന് വരികയുള്ളൂ. റിമൈനിങ് ഈ പറയുന്ന ഇൻഡക്ടറിലാണ് ലോസ് ചെയ്യുന്നത്. അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇൻഡക്ടർ യൂസ് ചെയ്യാനുള്ള കാരണം ഇൻഡക്ടറിൽ പവർ ലോസ് ഉണ്ടാവില്ല, വോൾട്ടേജ് ഡ്രോപ്പേ ഉണ്ടാവുള്ളൂ, പവർ കൺസംഷൻ ഈസ് 0. ഈ ചോക്ക് കോയിൽ ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് ട്യൂബ് ലൈറ്റിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് V0 വോൾട്ടേജും ട്യൂബ് ലൈറ്റിന് കിട്ടുകയും ട്യൂബ് ലൈറ്റ് ഡാമേജ് ആവുകയും എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ദ റീസൺ ഈസ് ഓൾസോ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്ന് കാണാം, അല്ലെങ്കിൽ അതാണ് റൈറ്റ് ആൻസർ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. നമ്മുടെ EMI AC 2 ചാപ്റ്ററും കൂടെ ആയിട്ട് അറൌണ്ട് 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ഓൺ ആൻ ആവറേജ് ഒരു ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതായത് എയ്തർ ഫ്രം AC ഓർ ഫ്രം EMI. ഓക്കെ, AC-ലൊക്കെ യൂഷ്വലി ചോദിക്കാറുള്ള LCR സർക്യൂട്ടുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് സെഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.